ആദ്യമായി ഈ പുണ്യ അൾത്താരയിൽ വന്ന് ഇതുപോലെ മക്കളുമായിട്ട് സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ അനുവദിച്ച പിതാവായ ദൈവത്തിനും പുത്രൻ തമ്പുരാനായ ഈശോയും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് നിഷാദ്. ഞാൻ എറണാകുളം ജില്ലയിൽ എളമക്കര എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കളാണ് രണ്ടുപേരും. ഒരാൾ ശ്രീഭദ്ര, ഒരാൾ ശ്രീയ. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 29/9/2024 അന്ന് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഒരുമിച്ചാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ വന്നത് 6 നിയോഗങ്ങൾ, ഭൗതികമായ പല കാര്യങ്ങളുമാണ് 6 നിയോഗങ്ങൾ വെച്ചിരുന്നത്. പക്ഷേ അതൊന്നുമല്ല എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. അത് നമ്മളുടെ മനസ്സിനെ മാത്രം വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ശാരീരികവും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗസൗഖ്യം ലഭിച്ച കാര്യമാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ആദ്യമായി മരുന്നോ ലേപനോ ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ് രോഗസൗഖ്യം നൽകുന്നത് എന്നുള്ള വചനം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. എനിക്ക് ചെറിയ പ്രായം മുതൽ തന്നെ, അതായത് എൻ്റെ 15 വയസ്സ് മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് യൂറിനറി ഇൻഫെക്ഷൻ. അത് ഇന്നിപ്പോൾ എനിക്ക് 40 വയസ്സുണ്ട്. ഈ 40 വയസ്സ് വരെയും എനിക്കൊരു മാസത്തിൽ 2 തവണയെങ്കിലും അത് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നാളുകളായിട്ട് ഹോമിയോ മരുന്ന്, ഇംഗ്ലീഷ് മെഡിസിൻ എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. എനിക്ക് മരുന്ന് കഴിച്ച് പഥ്യം അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് മടുത്തപ്പോൾ ഞാനത് നിർത്തി. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിൽ പിന്നെ എനിക്ക് ആ ഒരു രോഗം പിന്നീട് ഉണ്ടായിട്ടില്ല. അതെനിക്ക് മനസ്സിലായത് ഇന്നലെ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ഇവിടെ വരുന്നുവെന്ന് വിചാരിച്ച ആ സമയത്ത് ഞാൻ സാക്ഷ്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറയാനുള്ള സാക്ഷ്യങ്ങൾ ഒരു റഫായിട്ട് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് യൂറിൻ പാസ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു വേദന പോലെ തോന്നി. അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഇത് കുറേ നാളായിട്ട് ഇല്ലാതിരുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തി ഇത് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ള കാര്യം. കാരണം ഇത്ര നാൾ വരാതിരുന്ന ഒരു കാര്യം എനിക്ക് ആ സൗഖ്യം കിട്ടിയത് തന്നെ എനിക്കത് മനസ്സിലാക്കാനേ പറ്റിയില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. എനിക്ക് നാളുകളായിട്ട്, വർഷങ്ങളായിട്ടുണ്ടായി എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച, എവിടെ യാത്ര പോയി വന്നാലും അതുപോലെ എന്ത് കാര്യത്തിൽ പോകുമ്പോഴും ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു കാര്യമാണത്. ബ്ലാഡറിൽ ഇൻഫെക്ഷൻ ആയതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിപ്പോൾ എനിക്ക് പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 5 മാസമായി ഉടമ്പടി എടുത്തിട്ട് ഈ 5 മാസ കാലയളവിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതാണ് ആദ്യത്തെ എൻ്റെ സാക്ഷ്യം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ ചെറിയ മകൾക്കുണ്ടായ ഒരു രോഗസൗഖ്യമാണ്. എൻ്റെ ഈ മക്കളും ജീവിത പങ്കാളിയും കൂടി ഇവരെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. മറിഞ്ഞ് എൻ്റെ ചെറിയ മകളുടെ മുഖമടിച്ചാണ് വീണത്. അവളുടെ മുഖം മുഴുവനും മുറിവുണ്ടാവുകയും മുഖത്തും മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് വരികയും അവിടെ ക്ലിനിക്കിൽ ആദ്യം കൊണ്ട് കാണിച്ച സമയത്ത് ക്ലിനിക്കിൽ കാണിക്കാൻ പറ്റത്തില്ല, ബ്ലീഡിങ് ഉള്ളത് കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എടപ്പള്ളിയിലുള്ള MAJ ഹോസ്പിറ്റലിലാണ് കുഞ്ഞിനുമായിട്ട് പോയത്. അപ്പോൾ എന്നെ ആ സമയത്ത് വിളിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഉടമ്പടി തൈലവും ഉപ്പും കയ്യിലെടുക്കണം എന്നുള്ള ഒരു ബോധ്യം വന്ന് കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. ഇത് 3ഉമായിട്ടാണ് ഞാൻ കുഞ്ഞിനുമായിട്ട് ഞാനും ഭർത്താവും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയത്. പോകുന്ന വഴി അവളുടെ നെറ്റിയിലും വായിലും ഒക്കെ ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ ഉള്ളിൽ നിന്ന് ഞാൻ ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കിതൊക്കെ ഇങ്ങനെയാണ്, വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് മാതാവ് അതെടുപ്പിച്ചതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്ത് തലക്ക് ആ ഭാഗത്ത് ആ പരിക്കുള്ള കാരണം ഡോക്ടർ പറഞ്ഞ് അത് സ്കാൻ ചെയ്യണം, ബ്ലീഡിങ് ഇങ്ങനെ വരുന്നത് ബുദ്ധിമുട്ടാണ്, മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുമ്പോൾ അത് അങ്ങനെ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടിരുന്ന സമയത്ത് ഓരോ ഡോക്ടർമാരും മാറി മാറി വന്നും കുഞ്ഞിനെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും യാതൊരുവിധ കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് മാതാവ് ഒരു കാര്യം ഓർമ്മിപ്പിച്ച് തന്നു. അവളുടെ പല്ല് നോക്കാൻ വേണ്ടി, പല്ലിൽ എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല. അവൾക്ക് മൂക്കിൽ നിന്നും വായിൽ നിന്നും വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ബ്ലഡ് വരുന്നതെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ എനിക്കത് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചിട്ടിരുന്ന സമയത്ത് അത് ദർശനമാണെന്നോ അങ്ങനെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതെനിക്ക് മാതാവ് കാണിച്ചു തന്നതാണ്. ഇവൾ വീണിട്ട് ഇവളുടെ പല്ലൊടിയുന്നതായിട്ട് എൻ്റെ മനസ്സിൽ ഒരു
ചിന്ത വന്നിരുന്നു. പക്ഷെ ഞാനതെന്തോ ആ സമയത്ത് എന്തോ ഒരു നെഗറ്റീവ് ചിന്ത അങ്ങനെ വിചാരിച്ചെന്നുള്ളൂ. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ആ സമയം തൊട്ട് മാതാവ് എന്തിങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരുന്നപ്പോൾ ഒരു ചിന്ത വന്നതെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഞാനപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇവളുടെ പല്ല് നോക്കണം എന്ന് പറഞ്ഞാൽ പല്ല് 6 വയസ്സിൽ എൻ്റെ മോൾക്ക് ഇപ്പോൾ 7 വയസ്സായി പോയിട്ട് പുതിയതായിട്ട് വന്ന പല്ലായിരുന്നു. പെർമനൻറ്റ് ടീത്താണ്. അപ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർ. കാരണം അത് വിട്ട് തൂങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെന്താണെങ്കിലും ഈ 2 ആഴ്ചക്കുള്ളിൽ ആ പല്ല് പോയി കഴിയുമ്പോൾ ഇവിടെ വരണം. പിന്നീട് ഭാവിയിലേക്ക് ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പല്ല് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാണ് വിട്ടത്. അത് എൻ്റെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് വിഷമമായി, എനിക്കും ബുദ്ധിമുട്ടായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വെറുതെ ആണെങ്കിൽ എൻ്റെ മകളോട് പറഞ്ഞു, ആ സമയത്ത് ഞങ്ങളിവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയത് അഖണ്ഡ ജപമാല റാലി അതുണ്ട്. അതിൽ മാതാവിൻ്റെ വലിയ ഒറ്റ രൂപമുള്ള പത്രമായിരുന്നു. ആ പത്രത്തിൽ ആ ഫോട്ടോയിൽ ആ മാതാവിനെ ഉമ്മ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ മാതാവ് പല്ല് ഉറപ്പിച്ച് തരുമെന്ന് ഞാൻ അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടി വെറുതെ പറഞ്ഞതായിരുന്നു. പക്ഷേ അവളത് ഏറ്റെടുത്ത് വിശ്വസിച്ചു. അവൾ ആ 2 ആഴ്ചക്കാലം ഉറങ്ങുന്നതിന് മുമ്പ് മാതാവിന് ഉമ്മ കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടർ ആ പല്ല് പോയോ എന്ന് ചോദിച്ചാണ് ഇവളെ കാണിച്ചത്. പക്ഷേ അവൾ ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ മാതാവ് എനിക്ക് പല്ല് ഉറപ്പിച്ച് തന്നു എന്ന് ഡോക്ടറിനോട് സാക്ഷ്യപ്പെടുത്തി. ആദ്യത്തെ സാക്ഷ്യം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യമായിട്ട് അവളത് പറഞ്ഞപ്പോൾ ഡോക്ടറിന് ഭയങ്കര സന്തോഷമായി. ഇവിടെ ഏത് മാതാവിൻ്റെ അടുത്താണ് നിങ്ങൾ പോയത്? കൃപാസന മാതാവിൻ്റെ അടുത്താണെന്ന് വളരെ സന്തോഷത്തോടെ ആദ്യമായിട്ട് പറയാൻ പറ്റി. അതെനിക്ക് ഭയങ്കര അവരുടെ ആ ഒരു ആക്സിഡൻറ്റിലൂടെ എൻ്റെ മകളുടെ വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. എൻ്റെ മക്കളുടെ വിശ്വാസം വർദ്ധിക്കാൻ സഹായിച്ചു. എന്നും ഈശോയും മാതാവിനെയും കുറിച്ച് പറയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പിന്നീട് എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകൾക്ക് 1 വർഷക്കാലമായിട്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 1 2024 ജനുവരി 1 ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ തന്നെ എനിക്ക് ഈശോനെ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുകയും കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് ജനുവരി 1 പാതിരാ കുർബാനയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ മകൾ തലകറങ്ങി വീഴുകയും ഞങ്ങൾ ഇതുപോലെ എടപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവൾക്ക് ഫുഡ് ഇൻഫെക്ഷനാണ്, ഫുഡ് പോയ്സൺ ആണെന്നാണ് പറഞ്ഞത്. ആ ജനുവരി 1 ഞങ്ങൾ അന്ന് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അന്ന് ഉണ്ടായ ഫുഡ് ഇൻഫെക്ഷൻ ആ 1 വർഷ കാലയളവിൽ ഈ 1 വർഷത്തോളം അവൾക്ക് മിക്കവാറും വരുമായിരുന്നു. കാരണം ഏത് ഭക്ഷണത്തിൽ നിന്നാന്ന് കറക്റ്റ് അറിയാൻ പറ്റേണ്ടായില്ല. എന്നാൽ പിന്നീട് അത് മനസ്സിലാക്കി. ഐസ്ക്രീം, ചോക്ലേറ്റ് അങ്ങനെ തണുത്ത വസ്തുക്കളും ചോക്ലേറ്റ് അങ്ങനെയുള്ളത്, ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ ഇവരിത് കഴിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലാണ് മാതാവെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ചെറിയ പ്രായത്തിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാണ്ട് വന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പം അത് മാത്രം ഞാൻ മനസ്സിലിങ്ങനെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ രോഗത്തിന് വേണ്ടി എൻ്റെ കാര്യത്തിലൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഇവളെയായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് ഈ ജനുവരി 1 ഉടമ്പടി പുതുക്കാൻ നേരത്ത് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഒരുമിച്ച് 4 പേര്, എൻ്റെ ഭർത്താവും 2 മക്കളും കൂടിയായിരുന്നു. അതുവരെ ഞാനും എൻ്റെ ഭർത്താവും കൂടിയായിരുന്നു എല്ലാ മാസം വന്നിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് അവൾക്ക് വീണ്ടും അതുപോലെ തന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ കഴിഞ്ഞ ജനുവരി 1 ഇതുപോലെ ഉണ്ടായിരുന്ന ആ വയറുവേദന ഫുഡ് ഇൻഫെക്ഷനും വീണ്ടും ഇവിടെ വന്നിട്ട് അവൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റാണ്ട് ഈ കസേരയിൽ വന്ന് കമഴ്ന്ന് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ ക്ലാസ്സിൽ പോയ സമയത്ത് എനിക്ക് വിഷമമായിരുന്നു മാതാവേ അന്നേരം. പക്ഷെ ഞാനത് നിയോഗത്തിൽ അതൊന്നും 2ാമത്തെ പുതുക്കിയ നിയോഗത്തിൽ എഴുതാൻ എന്നെ ഓർപ്പിച്ചില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ 2ാമത്തെ പുതുക്കി എൻ്റെ നിയോഗം വെച്ചത് എന്നിൽ പരിശുദ്ധാത്മാവ് നിറയണം, ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടുകൂടി സത്യസന്ധതയോടുകൂടി ചെയ്യാൻ എനിക്ക് പറ്റണമെന്ന് മാത്രമാണ് ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ചത്. കാരണം ആദ്യം എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറയാൻ നിയോഗം വെക്കണമെന്നൊന്നും അറിയാണ്ട് ഞാനൊരു അമ്മയെപ്പോലെ കരുതുന്ന ഒരു ചേച്ചി പറഞ്ഞ വഴിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇതൊന്നും എനിക്കറിയില്ല, അവർക്കും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വെക്കാൻ ആ സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ചിവിടെ പുതുക്കിയതിന് ശേഷം താഴെ ഇറങ്ങി വന്ന സമയത്ത് എൻ്റെ ഈ ചെറിയ മോള് അവൾ പറഞ്ഞ്, എല്ലാവരും മാതാവിനെ പിടിക്കണുണ്ടല്ലോ അമ്മേ, നമുക്കും മാതാവിനെ പിടിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്ക് മാതാവിനെ പിടിക്കാൻ മാതാവ് നമുക്ക് സമയമായിട്ടില്ല, നമ്മൾ വന്നിട്ടല്ലേ ഉള്ളൂ. അവരൊക്കെ ഒത്തിരി നാളായി മാതാവിനെ പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ചെറിയ മോൾ അവൾ എന്നോട് പറഞ്ഞില്ല, മാതാവ് എന്നോട് പറയുന്നുണ്ട്, മാതാവിനെ അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ തരുമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ ഉറക്കെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ഒരുപക്ഷെ ആ സമയത്തുണ്ടായവർക്ക് അത് കേട്ടിട്ടുണ്ടാകും. ആ സമയത്ത് അവൾ ഉറക്കെയാണ് പറഞ്ഞത്,
പറഞ്ഞത്, മാതാവേ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ മാതാവ് വരണേന്ന്. അത് ആ സമയത്ത് ഇവിടെ ലോട്ട് ഇട്ടത് എല്ലാവരും എടുത്തതിന് ശേഷം ലാസ്റ്റ് ഉള്ളതാണ് ഞങ്ങൾ എടുത്തത്. അത് ഞങ്ങൾക്ക് മാതാവിനെ കൈകളിൽ എന്താനായിരുന്നു. അന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് മാതാവിനെ കയ്യിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, കഴിഞ്ഞ വർഷം 2024 ജനുവരിയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഈ വർഷം മാതാവിനെ കയ്യിൽ പിടിച്ച് ഇവിടെ ഈ പുണ്യഭൂമിയിൽ നിൽക്കുവാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു കുടുംബസമേതം. അന്നേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ മോള് പറഞ്ഞു, അമ്മേ അവൾ വയറുവേദനയായിട്ട് കിടക്കണിരുന്നു, അവൾ ഇതൊന്നും അവൾക്ക് കാണാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളം തീർന്നിട്ടുണ്ടായി. അപ്പോഴാണ് നമ്മുടെ ഇവിടെ വിശുദ്ധ കിണറെന്ന് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ കിണറ്റിലെ വെള്ളം ആ സമയത്ത് ഒരു ഗ്ലാസ്സിലെടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷേ ഞാനപ്പോൾ അവളോട് ചോദിച്ചു, പിന്നീട് ഇവിടെ അങ്ങനെ വളഞ്ഞിങ്ങനെ ഇതായി നിൽക്കണത് നേരെ മര്യാദക്ക് നടന്നപ്പോൾ ചോദിച്ചു, നിനക്ക് വയറുവേദന അമ്മേ അത് ആ വെള്ളം കുടിച്ച് ആ സെക്കൻഡിൽ മാറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ വെള്ളത്തിന്, എനിക്കതറിയില്ല, അങ്ങനെ വെള്ളം കുടിച്ച് അത് മാറിയപ്പോൾ അത് ഭയങ്കരമായൊരു അതിൽ പിന്നെ ആ ഒരു വെള്ളത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസം ഞങ്ങൾ പലരോടും പറയാൻ തുടങ്ങി. പലരും അത് എടുത്തിട്ട് പിന്നീട് പോയിട്ടുമുണ്ട്. പല സൗഖ്യങ്ങളൊക്കെ കിട്ടിയ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സാക്ഷ്യമാണ് ഞങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ്. ഞാൻ ബിസിനസ്സിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും ബിസിനസ് തടസ്സങ്ങൾക്കും വേണ്ടിയാണ് ശരിക്കും ഇവിടെ വരാൻ ഏറ്റവും പ്രധാനമായ കാരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബിൽഡിംഗ് റെൻറ്റിൻ്റെ ബിൽഡിംഗ് ഓണർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് 2 ദിവസം പോലും സമയം നീട്ടിത്തരാനായിട്ട് ബിൽഡിംഗ് ഓണറോ ഒരു വക്കീലോ തയ്യാറല്ലായിരുന്നു. പക്ഷേ ഞാൻ തിങ്കളാഴ്ച ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു ആ ഒരു കേസിൻ്റെ ഇത് വന്നത്, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അതിനെക്കുറിച്ച്. അപ്പം ഞങ്ങളുടെ വക്കീൽ പിറ്റേ ദിവസം അതിനു വേണ്ടി ഹാജരാകാൻ സാധ്യമല്ല, കാരണം അതൊരിക്കലും നമുക്ക് നീട്ടിക്കിട്ടാൻ സാധിക്കില്ല, അതിലെന്തെങ്കിലും ഇപ്പോൾ തന്നെ സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ട നടപടിയാവുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ ചൊവ്വാഴ്ച യൂട്യൂബിൽ ലൈവായിട്ട് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആ സമയത്ത് ആ 11:30 ആ ടൈമിലായിരുന്നു കേസ് വിളിച്ച സമയം. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ശരിക്കും എപ്പോഴും ഞാൻ യൂട്യൂബിലെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ തന്നെയാണ് കൂടുന്നതിന് ശേഷം മറ്റുള്ള ഇതൊന്നും ഞാൻ യൂട്യൂബിൽ കാണാറില്ല, എനിക്കങ്ങനെ തോന്നാറുമില്ല. അച്ഛൻ്റെ ക്ലാസ് കേൾക്കണമെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എന്നോട് ഓരോ ദിവസവും സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് കണ്ടിട്ടിരിക്കെ തന്നെ എനിക്ക് അവിടെ നിന്ന് വിളി വന്നു, ഒരു ഇതും ആവില്ല, ഒരു 2 ദിവസം പോലും നീട്ടിക്കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2 ആഴ്ച ഞങ്ങൾക്ക് സമയം കിട്ടി. ഞാൻ അതേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, കാരണം അന്ന് അച്ഛനെടുത്ത ക്ലാസ്സിൽ മുഴുവൻ സാക്ഷ്യം പറയണതിനെ പറ്റിയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ആലോചിച്ച്, എനിക്കിത് 2 ദിവസമെങ്കിലും നീട്ടിക്കിട്ടിയാൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് പറ്റുമല്ലോ മാതാവ്, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ വരണം, എനിക്ക് വേറെയും കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്താനുണ്ട്. എനിക്ക് ഇതിന് മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഉടമ്പടി പുതുക്കാത്തതാണ്, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കുട്ടികളുടെ കാര്യമൊന്നും പറ്റിയില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് നീട്ടിക്കിട്ടി. അതും ഒരു വലിയ സാക്ഷ്യമായിട്ട് കണക്കാക്കും. 2 ദിവസം പോലും കിട്ടൂല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2 ആഴ്ചത്തേക്ക്, അത് ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി കയ്യിൽ കാശ് രൂപം കരുതിയിട്ടുണ്ടായിരുന്നു. വക്കീൽ വന്നില്ലായിരുന്നെങ്കിൽ സ്വയമേ അത് പറയാമെന്നുള്ള രീതിയിൽ നിന്ന് ആ സമയത്ത് വക്കീൽ വന്നാണ് അത് സംസാരിച്ച് അത് സെറ്റിൽമെൻ്റ് ആക്കിയത്. പിന്നീട് ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് പറഞ്ഞിതാക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാനിവിടെ നിന്ന് പത്രം ഞങ്ങളെല്ലാ മാസവും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രം ആദ്യം ഞാൻ കൊടുത്തത്, എനിക്കതും മനസ്സിലേക്ക് ചിന്ത വന്നാണ്. എനിക്ക് മനസ്സിൽ അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും എനിക്കും അതെന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ചിന്ത വന്നു. ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്ന വാർഡിലാണ് ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. അതും എൻ്റെ മകളുടെ സാക്ഷ്യം പറഞ്ഞ് അത് കൊടുക്കണം എന്നുള്ള മനസ്സിലേക്ക് ചിന്ത വന്നു. ഞാൻ ഇവിടെ നിന്ന് വന്ന പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. 18 പത്രമാണ് ഉണ്ടാകുന്നത്. 2 എണ്ണം ഞാൻ ഒരെണ്ണം എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ കൊടുക്കാൻ വേണ്ടി 2 എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി 16 പത്രവുമായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ആ വാർഡിലേക്ക് അത് ചെന്ന സമയത്ത് കറക്റ്റായിട്ട് ആ 16 പേഷ്യൻസ് കുഞ്ഞുങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ഓരോരുത്തരുടെ അടുത്തും സമയമെടുത്ത് 10, 15, 20 മിനിറ്റൊക്കെ നിന്ന് സംസാരിച്ച് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ മോളുടെ സൗഖ്യം പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ എനിക്കൊരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റി. ഒരിക്കലും ഞാനിങ്ങനെ നിന്ന് സംസാരിക്കാനോ ഇതുപോലെ ചെയ്യാനോ ഒന്നും പറ്റുന്ന അത്ര ആ ഒരു ധൈര്യം എനിക്കില്ല. പക്ഷേ ഈ ആൾക്കാരിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്തോ ഞാൻ തന്നെയല്ല, ശരിക്കും മാതാവാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു അനുഭവമാണ്. അന്ന് എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് 16 പേരാണ് അന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി.
പിന്നീട് പള്ളികളിൽ ഞാൻ ഓരോ തവണയും ഓരോ സ്ഥലത്താണ് പത്രം കൊടുത്തിരുന്നത്. ഒരു സമയത്ത് ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ അവിടുത്തെ ചേട്ടൻ പലരോടും ഇത് സാക്ഷ്യം പറഞ്ഞ് തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു. കാരണം അപ്പോൾ ചിലർ പറയും അതൊക്കെ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ സത്യമാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കും. ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ അവർ ഭയങ്കര അതിശയത്തോടെ കേട്ടിരുന്നിട്ട് അപ്പോൾ അതൊക്കെ സത്യമാണല്ലേ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോകാൻ എത്ര രൂപ, അവിടെ പൈസയുടെ ഭയങ്കര ചിലവല്ലേ, 2000-3000 രൂപയൊക്കെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ 5 പൈസയുടെ ചിലവ് വന്നിട്ടില്ല, അവിടെ ഒരു സ്തോത്ര കാഴ്ച മറ്റുള്ള ഒന്നുമില്ല. അവിടെ നിന്ന് ഉടമ്പടി വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ മാത്രം ആ പത്രത്തിന് കൊടുക്കുന്ന ആ പൈസ 100 രൂപ അല്ലാതെ ഒന്നും നമുക്ക് വേറെ ചിലവ് വരുന്നില്ല. നമ്മൾക്കൊരു അതൊക്കെ ഓരോ പ്രാവശ്യം നിർബന്ധമായിട്ടും അവിടെ ചെല്ലണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ച സമയത്ത് എനിക്കും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ അറിവുള്ളതുപോലെ പറ്റി. അതിൽ നിന്ന് ഞങ്ങളും പോകാം, ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നതെന്ന് ഒത്തിരി പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാതാവിനെക്കുറിച്ച് അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് യൂട്യൂബിലൊക്കെ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒത്തിരി ഞാൻ മാത്രമേ അധികം അറിയാതിരുന്നുള്ളൂ മാതാവേ എന്ന് ചോദിച്ചു. പക്ഷേ ഒത്തിരി പേര് ഇനിയുമുണ്ട്, അവർ പല തെറ്റിദ്ധാരണകളും വെച്ചിരിക്കുന്നവരുണ്ട്. അവരോടൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. പിന്നീട് ഞാൻ കൊടുത്തത് ഓരോ സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുത്തു. അങ്ങനെ ഈ 5 മാസവും പല സ്ഥലത്തായിട്ടാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതും മാതാവിനെക്കുറിച്ച് ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്രം ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ അല്ലാതെ തന്നെ പള്ളിയിൽ കുർബാനയും നൊവേനയൊക്കെ കൂടുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ഭർത്താവും കൂടെ രാവിലെ തന്നെ പ്രഭാതത്തിലെ കുർബാനയിൽ തന്നെ പങ്കെടുക്കാൻ ഇന്ന് വരെയും മാതാവ് അത് മുടക്കിയിട്ടില്ല. ഒരു ദിവസം മുടങ്ങുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പോയ സമയത്താണ് ഈ കഴിഞ്ഞ മാസം ഒരു ദിവസം. അപ്പോൾ ഞാൻ രാത്രി ശക്തമായ ഒരു മസിൽ പിടുത്തമുണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് അരമണിക്കൂറോളം അങ്ങനെ ഇരുന്നിട്ട് വെറുതെ സമയം നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് 5:15 സമയം. അയ്യോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനുള്ള സമയമാണല്ലോ, വേഗം കുളിച്ച് റെഡിയായി വന്ന് ചെല്ലാൻ അതായല്ലോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണമല്ലോ എന്ന് വിചാരിച്ച് ആ സെക്കൻഡിൽ എൻ്റെ മസിൽ വെട്ടി. അതാണ് ആ ബുദ്ധിമുട്ട് മാറിപ്പോയി. എനിക്ക് അങ്ങനത്തെ ഇതുവരെ ഉണ്ടാകാത്തൊരു അനുഭവമാണ്. അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് മനസ്സിലായി, എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതാണെന്ന്. അങ്ങനെ ഒരു ദിവസം പോലും 5:30 വിട്ട് പോകാൻ എന്നെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇന്ന് നിമിഷം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ജപമാല ചൊല്ലിയതിന് ശേഷം പള്ളിയിലേക്ക് കുർബാന പോകുന്നത്. കുർബാന കൂടിയതിന് ശേഷം ആരാധനയിൽ ഇരിക്കുന്ന ബൈബിളിൽ നിന്ന് ദിവസം ഓരോ വചനം എടുത്ത് പ്രാർത്ഥിക്കും. ആ വചനം ആ ലൊക്കേഷൻ ഓർത്ത് വന്ന് വീട്ടിൽ വന്ന് വീണ്ടും വിശദമായിട്ട് ബൈബിൾ ഇരുന്ന് വായിക്കും. ബൈബിൾ വായിക്കാനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബോധ്യം ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത് ഉടമ്പടി എടുത്ത ശേഷമാണ്. ഞാനിപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് ബൈബിളുമായിട്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം പോലെയാണ്. ഞാനങ്ങനെ ഒരുപാട് നേരം പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണത് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട നമ്മൾ കുളിക്കൽ അതൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് പ്രാർത്ഥന. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും എനിക്ക് പൊതിച്ചോറ് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പൊതിച്ചോറുണ്ടാക്കി ഞാനത് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭക്ഷണമൊക്കെ കുറച്ച് മാത്രം ഒരുപാട് അങ്ങനെ ഉണ്ടാക്കാനും ഒരുപാട് നേരം അടുക്കള നിൽക്കണതും അങ്ങനെ ചെയ്യണ കാര്യമൊക്കെ മടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ആ സമയത്ത് 12 മണി ആകുന്നതിന് ആ മുമ്പ് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തീർക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ഞാനങ്ങനെ ഒന്നിടവിട്ട ആഴ്ചകൾ പൊതിച്ചോറുണ്ടാക്കി പാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കും. ആ പൊതിച്ചോറ് കൊടുക്കുന്ന സമയത്തും എനിക്ക് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ വഴിയരികിലിരിക്കുന്ന അവർ മാത്രമല്ല ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരെന്ന ബോധ്യം എനിക്ക് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അവരും ഭക്ഷണമില്ലാണ്ട് വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് മാതാവ് തന്നു. പള്ളിയിൽ വെച്ച് ഞാൻ അങ്ങനെ ഒരു ചേച്ചിയെ കണ്ടുമുട്ടി. ആ ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുള്ളതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇട്ട് കളഞ്ഞൊരു ചേച്ചിയാണ്. ആ ചേച്ചിയായിട്ട് കുറേ നേരം സംസാരിക്കാനും മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇട്ട് കളഞ്ഞ കാര്യങ്ങളൊക്കെ ആ ചേച്ചി എന്നോട് പറഞ്ഞ് പിന്നെ പോകാൻ ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്തേക്ക് വരണം, അമ്മ മാതാവാണ് എനിക്ക് ചേച്ചിയെ കാണിച്ചു തന്നത്, അമ്മ മാതാവ് ചേച്ചിനെ വിളിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള ഒരുപാട് അവരപ്പോൾ ഉടനെ തന്നെ പോകാൻ മോളെന്ന് വളരെ സന്തോഷത്തോടുകൂടി എന്നോട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ
ഞാൻ മാതൃഭവനങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. അവിടെ അതൊക്കെ ഇതെല്ലാം എനിക്ക് ആദ്യത്തെ അനുഭവങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്കും ധാരാളമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്കും കാലിൽ ഞാൻ മാതൃഭവനത്തിൽ ഒരു ദിവസം പോണ സമയത്ത് രാവിലെ കേട്ട സാക്ഷ്യം, ഉള്ളം കാലിൽ ഭയങ്കര തഴമ്പ് വന്ന് ചോരയും ബുദ്ധിമുട്ടുമായിട്ട് അത് സൗഖ്യപ്പെട്ട ഒരു ചേട്ടൻ്റെ സാക്ഷ്യമാണ്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ചേച്ചി, ആ ചേച്ചിക്ക് കാലിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ. ആ ചേച്ചി എന്നോട് അന്നാണ് പറയുന്നത്, മോളെ എൻ്റെ കാലിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വിശുദ്ധ തൈലമുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി അതങ്ങനെ കൈകളിൽ തരാൻ പാടില്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് ചേച്ചിക്ക് പെരട്ടി തരാം എന്ന് പറഞ്ഞു. ആ ചേച്ചിക്ക് അങ്ങനെ പെരട്ടി കൊടുത്തു. അവിടെയുള്ള അമ്മമാർക്കൊക്കെ പെരട്ടി കൊടുത്തു. ഓരോരുത്തരും പല പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി പെരട്ടി. ഞാൻ മാതാവിനോട്, മാതാവേ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, ഞാൻ ഇത് ചെയ്യുമ്പോൾ മാതാവേ അമ്മയിലൂടെ ഈശോ ആയിരിക്കണോട്ടോ ഇടപെടുന്നത്, ഈശോ സൗഖ്യം കൊടുക്കണം, ഈ മക്കൾക്ക് സൗഖ്യം കിട്ടി സാക്ഷ്യം ഞാൻ പറയും, അപ്പോൾ എനിക്കിത് പറയാൻ പറ്റണോട്ടോ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ചെന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോളെ അന്ന് വന്ന് മോള് പ്രാർത്ഥിച്ച് പോയിട്ട് എൻ്റെ കാല് സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു. 2 കാല് സോക്സ് ഇട്ടായിരുന്നു ആ ചേച്ചി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു, ഞാനല്ല ചേച്ചി, എന്നെ ഇവിടെ വിട്ടത് തന്നെ മാതാവാണ്. ഇത്ര നാൾ ഈ വഴിയിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഒരു മാതൃഭവനം ഉള്ളതായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ശരിക്കും കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെയാണ് ശരിക്കും ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തിക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു മനസ്സിന് സന്തോഷം, അതൊക്കെ ഇത്രയും മനസ്സ് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകമെമ്പാടും എല്ലാ ഭവനങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നേനെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഉടമ്പടി എടുത്ത മക്കൾ ഒരെണ്ണമുണ്ടെങ്കിൽ ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ദിവസം നമ്മൾ പത്രത്തിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള വാർത്തകളൊന്നുമില്ലാതെ എത്ര സുന്ദരമായ വൈകാതെ തന്നെ അതിലേക്കാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അമ്മ മാതാവ് അത്ര പവർഫുള്ളാണ്. ഈശോ അമ്മേനെ എൻ്റെ കയ്യിൽ, ഈശോനെയാണ് അമ്മ എൻ്റെ കയ്യിലേക്ക് തന്നത്. അമ്മ വഴി ഞാൻ ഈശോയിലും അത് ഞാൻ എഴുതി കൊടുക്കാൻ വിട്ടു. എൻ്റെ മനസ്സിലേക്ക് പോകുന്നൊരു കാര്യമാണ്. അമ്മ മാതാവ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഈശോയുടെ തോളിലേക്ക് ചാഞ്ഞതായിട്ട് എനിക്കൊരു ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വചനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ജനുവരി 7 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കത് മറന്നുപോയി. എൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടു. എനിക്ക് ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മറന്നു. എനിക്ക് ഒന്നിലും ഒരു ടെൻഷൻ ഇല്ലാണ്ട് ധൈര്യം തന്നു. അതെനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയൊരു കൃപയാണ്. ആ ധൈര്യം തന്നു എനിക്ക്. ആ സമയത്ത് എനിക്ക് വചനം കിട്ടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, മാതാവ് എല്ലാവരും അടയാളം ചോദിക്കുന്നു, ഞാനിന്ന് വരെ എനിക്കങ്ങനെ അടയാളം ചോദിക്കാൻ എനിക്ക് അതറിയില്ല. മാതാവ് എനിക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എന്നോട് മാതാവ് വഴി ഈശോയോട് സംസാരിക്കാൻ പറയൂ, ഈശോ എന്നോട് പറയുമോ സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ വചനം എടുത്തപ്പോൾ ഹബക്കുക്ക് 2:3 ആണ് എനിക്ക് വചനം കിട്ടിയത്. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്, അതിന് താമസമുണ്ടാവുകയില്ല, അത് വൈകുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കുക, തീർച്ചയായും വരും എന്ന് ഉള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി. കാരണം ഇത്തിരി താമസിച്ചാലും എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ നിയോഗം മാതാവ് നിവൃത്തിയാക്കി തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്കിവിടെ നിൽക്കാനായിട്ടും ഇതുപോലെ സാക്ഷ്യപ്പെടുത്തുവാനും ഒക്കെ ദൈവം മാതാവ് അനുവദിച്ചതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്തും അമ്മ മാതാവിനും ഈശോപ്പനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു.